2026 മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ യുദ്ധം നടക്കാനിരിക്കെ കോൺഗ്രസിൽ രാഷ്ട്രീയ ചർച്ചകൾ വളരെ ഗൗരവകരമായി പുരോഗമിക്കുകയാണ്. 2026 കോൺഗ്രസ് വിചാരിക്കുന്നത് പോലെ നല്ലൊരു വിജയം ലഭിക്കണമെങ്കിൽ പരമ്പരാഗതമായി അവർ സംരക്ഷിച്ചു പോരുന്ന കോട്ടകൾ കൂടി നിലനിർത്തേണ്ടതുണ്ട്. അതിൽ സുപ്രധാനമാണ് കോട്ടയം ജില്ല. 2026 തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലേക്ക് കേരളം കടക്കുമ്പോൾ കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് വിലയിരുത്താം. വെൽക്കം ടു ദ ഡെയിലി ഷോ. ഇത്തവണ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം 10 ഇരട്ടി കൂടുതലാണ്. പക്ഷേ ഈ ആത്മവിശ്വാസം കൊണ്ട് മാത്രം കാര്യമായില്ല. വസ്തുതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനം അനിവാര്യമാണ്. കാര്യത്തോടടുക്കുമ്പോൾ കലമുടയ്ക്കുന്ന രീതിയും മാറണം. ആരെ തലവനാക്കിക്കൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് എന്ന് ജനത്തിന് വ്യക്തത കൊടുക്കുകയും വേണം. ഓക്കെ, അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇവിടെ ഇപ്പോൾ പറയാൻ വന്ന വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് എന്നതാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കോൺഗ്രസിന് ഒരുപാട് വേരുകളുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ UDF അവരുടെ മുൻകാലങ്ങളിലെ പ്രകടനം ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ആകെ 9 നിയമസഭാ മണ്ഡലങ്ങളുള്ള കോട്ടയത്ത് 5 എണ്ണം ഇപ്പോൾ ഇടതുപക്ഷത്തിനൊപ്പമാണ്. ഇഞ്ചോടിഞ്ച് എന്ന പോലെ 4 നിയോജക മണ്ഡലങ്ങൾ UDFനുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ 9 നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെങ്കിലും അതിൽ 3 എണ്ണവും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ബാക്കി ഒരെണ്ണം CPMനും മറ്റൊരെണ്ണം CPIക്കുമുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ MLAമാരുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന വിശേഷണമുള്ളത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനാണ്. രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി മാത്രമേ 2 MLAമാർ മാത്രമുള്ള കോൺഗ്രസ് വരുന്നുള്ളൂ എന്നതാണ് കോട്ടയത്തിൻ്റെ പ്രത്യേകത. കടുത്തുരുത്തിയിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ മോൻസ് ജോസഫും പാലായിൽ നിന്ന് മാണി സി കാപ്പനും MLAമാരായി UDFൽ ഘടകകക്ഷിയായി കോൺഗ്രസിനെ കൂടാതെ നിലവിലുണ്ട്. കോട്ടയത്ത് UDFൻ്റേതായിട്ടുള്ള നിലവിലെ 4 സിറ്റിംഗ് സീറ്റുകൾ ഇത്തവണ പോകാതെ നിലനിർത്തുകയും ഒപ്പം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും എക്സ്ട്രാ നേടിയെടുത്താൽ മാത്രമേ കോൺഗ്രസിന് കോട്ടയത്ത് ഇടതുപക്ഷത്തിൻ്റെ മേൽ ഒരു വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്ന കാര്യത്തിലും കോട്ടയത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തൽ വളരെ നിർണായകമാണ്. നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകൾ പരിശോധിച്ചാൽ അതിൽ 1ാമത്തെ സീറ്റ് കോട്ടയം നിയോജക മണ്ഡലം തന്നെയാണ്. 2011 മുതൽ ഇവിടെ തുടർച്ചയായി വിജയിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 2011 തൻ്റെ ആദ്യ പോരാട്ടത്തിൽ തന്നെ അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന VM വാസവനെ വെറും 700 വോട്ടിനാണ് തോൽപ്പിച്ചത്. എങ്കിലും 2016 വന്നപ്പോൾ കളി മാറി. 32,000 വോട്ടുകളിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ ഭൂരിപക്ഷവും ജനസമിതിയും ഉയർത്തി എന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇക്കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി കോട്ടയത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചെങ്കിലും തിരുവഞ്ചൂർ തൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവോ വേരിയേഷൻസോ ഒന്നും ഉണ്ടാക്കാതെ 18,000-ലധികം വോട്ട് നേടി നിസ്സാരമായി വിജയിച്ചു കയറി. കോട്ടയം നിയോജക മണ്ഡലം എന്ന തട്ടകത്തിൽ വെച്ച് തിരുവഞ്ചൂരിനെ തോൽപ്പിക്കുക അസാധ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം VM വാസവൻ വളരെ ബുദ്ധിപരമായി തൻ്റെ നിയോജക മണ്ഡലം ഏറ്റുമാനൂരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റുമാനൂരിനെ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഏറ്റുമാനൂരിൻ്റെ തന്നെ ഭാഗമായ K അനിൽകുമാർ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ വശപ്പെട്ട് വാസവന് പകരക്കാരനായി കോട്ടയം മണ്ഡലത്തിൽ നിയോഗിക്കപ്പെട്ടപ്പോൾ 11,000-ലധികം വോട്ടുകൾക്കാണ് തോറ്റത്. അതുകൊണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ശ്രീമാൻ തിരുവഞ്ചൂരിനെ തോൽപ്പിക്കുക എന്നത് ഒരു ചപല വ്യാമോഹമായി മാറാനാണ് സാധ്യത. തന്മൂലം കോൺഗ്രസിന് കോട്ടയം നിയോജക മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇത്തവണ വലിയ കഠിനാധ്വാനമൊന്നും വേണ്ടിവരില്ല എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. ഇനി പുതുപ്പള്ളി മണ്ഡലമാണ് 2ാമത്തെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി MLA സ്ഥാനത്തെത്തിയ ചാണ്ടി ഉമ്മൻ 2026 വിജയത്തുടർച്ച കൈവരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. കോൺഗ്രസിൻ്റെ അധികായനായ ഉമ്മൻചാണ്ടിയോട് മികച്ച പ്രകടനം നടത്തിയ ട്രാക്ക് റെക്കോർഡുമായി എത്തിയ ജെയ്ക് സി തോമസ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ചാണ്ടി ഉമ്മനുമായി കോർത്തപ്പോൾ പിതാവ് സൃഷ്ടിച്ച ലെഗസിയുടെ ഇമോഷണൽ തരംഗത്തിൽ ചാണ്ടി ഉമ്മന് സ്വപ്നതുല്യ വിജയം തന്നെ പ്രഥമ അംഗത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. MLA ആയതിനു ശേഷം ചാണ്ടി ഉമ്മൻ വളരെ സജീവമായി തൻ്റെ മണ്ഡലത്തിലിറങ്ങി പ്രവർത്തിച്ചെങ്കിലും
പിന്നീട് എപ്പോഴോ ചാണ്ടിയും അടിപതറുന്നുണ്ടോ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. കോൺഗ്രസ് പാർട്ടിയോട് ചാണ്ടിയുമ്മൻ്റെ കൂറുവരെ സംശയിക്കപ്പെട്ട ചില നാളുകളും കടന്നുപോയിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ചാണ്ടിയുമ്മൻ വീണ്ടും വളരെ സജീവമായി തൻ്റെ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ആയതിനാൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും ചാണ്ടിയുമ്മന് വെല്ലുവിളിയായിരിക്കില്ല എന്നാണ് വിലയിരുത്തൽ. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന വലിയ ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിൻ്റെ സ്വന്തം ചാണ്ടിയുമ്മൻ MLA. ഇനി UDFിൻ്റെ കോട്ടയത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലം കടുത്തുരുത്തിയാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ മോൻസ് ജോസഫ് വർഷങ്ങളായി തോൽവി എന്തെന്നറിയാതെ കൊണ്ടുപോകുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ് കടുത്തുരുത്തി. ആകെ കോട്ടയം ജില്ല എടുത്താൽ അതിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് 2016 തെരഞ്ഞെടുപ്പിൽ മോൻസ് ജോസഫ് വിജയരഥത്തിലേറിയത്. ഇടത് സ്ഥാനാർത്ഥിയായ സ്കറിയ തോമസിനെ 40,000-ലധികം വോട്ടുകൾക്കാണ് തകർത്ത് തരിപ്പണമാക്കിയത്. പക്ഷേ കഴിഞ്ഞ വട്ടം 2021 സ്ഥിതി അല്പം വ്യത്യസ്തമായിരുന്നു. കടുത്തുരുത്തിയുടെ മുൻ MLA മാണി ഗ്രൂപ്പിലെ ജനറൽ സെക്രട്ടറി കൂടിയായ സ്റ്റീഫൻ ജോർജിനോട് ഏറ്റുമുട്ടിയ മോൻസ് ജോസഫ് ഒന്ന് വിയർത്തു എന്ന് വേണമെങ്കിൽ പറയാം. മുൻപത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് 10-1 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയുകയും കേവലം 4,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ വട്ടം നിയമസഭയിലെത്തിയത്. ഇത് അല്പം സൂക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ അതിനൊരു അപവാദമായി പറയാനുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് കടുത്തുരുത്തിയിൽ നിന്ന് മാത്രം നേടിയത് 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. കൂറുമാറി എന്ന് പഴികേട്ട തോമസ് ചാഴിക്കാടിനെതിരെ UDFിന് വേണ്ടി മത്സരിച്ച ഫ്രാൻസിസ് ജോർജ് ഇത്രയേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് പ്രത്യേകിച്ച് കടുത്തുരുത്തി മണ്ഡലത്തിൽ ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. 2026 വരുന്ന തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിൻ്റെ അഭാവത്തിൽ UDF അധികാരത്തിലെത്തിയാൽ മോൻസ് ജോസഫിന് ഉറപ്പായും ഒരു സുപ്രധാന മന്ത്രിസ്ഥാനം തന്നെ കിട്ടും എന്നാണ് പ്രതീക്ഷകൾ. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ട രാഷ്ട്രീയ മത്സരമാണ് കടുത്തുരുത്തിയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറുന്നത്. ഇനി അടുത്തതായി വരുന്ന സുപ്രധാന നിയോജക മണ്ഡലം പാല നിയോജക മണ്ഡലമാണ്. 2 വട്ടമായി തൻ്റെ സീറ്റ് വിട്ടുകൊടുക്കാതെ മാണി സി കാപ്പൻ വളരെ ശക്തമായി തന്നെ പാലായിൽ തുടരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് MLA സ്ഥാനം മാണി സി കാപ്പൻ നിലനിർത്തുകയാണ്. ഇടത് തരംഗം വീശിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പോലും തനിക്കെതിരെ ഉയർന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തോൽപ്പിച്ച് സാക്ഷാൽ ജോസ് കെ മാണിക്കെതിരെ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാണി സി കാപ്പൻ വിജയിച്ചു കയറിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയ ഉത്തേജനം ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പാലായിലെ സീറ്റും വളരെ സുരക്ഷിതമാണ്. UDF അധികാരത്തിലെത്തിയാൽ ഒരു സുപ്രധാന ഘടകകക്ഷിയായി മാണി സി കാപ്പൻ ഒരു പ്രമുഖ മന്ത്രിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഈ പറഞ്ഞ സിറ്റിംഗ് സീറ്റുകളല്ലാതെ UDFന് കോട്ടയത്ത് പിടിച്ചെടുക്കേണ്ട ചില സീറ്റുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലം. കഴിഞ്ഞ തവണ PC ജോർജിൻ്റെ BJPയിലേക്കുള്ള രംഗപ്രവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ PC ജോർജിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുവാൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് ഒരു വലിയ ട്വിസ്റ്റായിരുന്നു. എന്നാൽ ഇനി 3ാം വട്ടവും പിണറായി വിജയൻ സർക്കാരിനെ ഭരണത്തിലെത്തിക്കാൻ താല്പര്യമില്ലാത്ത വിധം ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നൊരു വൈകാരിക സാഹചര്യത്തിൽ പൂഞ്ഞാറിൽ നിന്നും ഒരു UDF പ്രതിനിധിയെ മുസ്ലിം ന്യൂനപക്ഷങ്ങളടക്കം മുൻകൈയെടുത്ത് വിജയിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. ആ സാധ്യത മുഖാന്തരം പറഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് വളരെ പരിതാപകരമായി പിന്തള്ളപ്പെട്ടു പോയ UDFന് ഒരു മികച്ച വിജയത്തോടെ 1ാം സ്ഥാനത്ത് തിരിച്ചു കയറാൻ സാധിക്കും. പൂഞ്ഞാറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില പേരുകൾ ഇപ്പോൾ പരിഗണനയിലുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ളത് പൂഞ്ഞാർ നിയോജക മണ്ഡലം UDF കൺവീനർ കൂടിയായ പ്രകാശ് പുളിക്കനാണ്. താരതമ്യേന ചെറുപ്പക്കാരനും പൂഞ്ഞാറിലെ വളരെ ജനകീയനായ ഒരു മുഖവുമാണ് പ്രകാശ് പുളിക്കൻ്റേത്. അവസാനം നടന്നൊരു തെരഞ്ഞെടുപ്പിൽ ആകെ ചെയ്ത വോട്ടുകളുടെ 80% നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇനി ആൻറ്റോ ആൻ്റണിയുടെ പിന്തുണയോടെ DCC സെക്രട്ടറി ജോമോൻ ഐക്കരുടെ പേരും സജീവമാണ്. ഈയൊരു നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള, അതായത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ അടങ്ങുന്ന ഒരു നേതാവിനെ കൂടി എത്തിക്കുകയാണെങ്കിൽ ജോസഫ് വാഴക്കനായിരിക്കും സാധ്യത. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ടോമി കല്ലാനി ഇത്തവണ പൂഞ്ഞാറിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇനി അടുത്തതായി ഇടതുമുന്നണിയിൽ നിന്ന് UDFന് പിടിച്ചെടുക്കേണ്ട ദൗത്യമുള്ള ഒരു നിർണായക മണ്ഡലമാണ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം.
കേരളത്തിലെ NSS നേതൃത്വത്തിൻ്റെ ആസ്ഥാനവും മധ്യ തിരുവിതാംകൂറിലെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനവും ഈ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഏറെ പരിഗണനാപരമാണ്. അതിനാൽ കത്തോലിക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥിക്കോ ഒരു നായർ സ്ഥാനാർത്ഥിക്കോ ആയിരിക്കും ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ ഇത്തവണ സാധ്യതകൾ. മുസ്ലിം ന്യൂനപക്ഷത്തിനും വളരെ മികച്ച ഒരു വോട്ട് ഷെയറുള്ള മണ്ഡലം കൂടിയാണ് ചങ്ങനാശ്ശേരി എന്നിരിക്കെ കോൺഗ്രസിലും ജോസഫ് ഗ്രൂപ്പിലുമുള്ള പ്രമുഖ നേതാക്കളടക്കം ചങ്ങനാശ്ശേരി സീറ്റ് ലക്ഷ്യമിട്ട് ചരടുവലികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2026 UDF വേറെ മണ്ടത്തരമൊന്നും കാണിച്ചില്ലെങ്കിൽ വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ ഉപയോഗിച്ച് ചങ്ങനാശ്ശേരി സീറ്റ് വളരെ എളുപ്പത്തിൽ പിടിച്ചെടുക്കാമെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഇനി വരുന്ന കോട്ടയം ജില്ലയിലെ സുപ്രധാനമായ 3 സീറ്റുകൾ കാഞ്ഞിരപ്പള്ളി, വൈക്കം, ഏറ്റുമാനൂർ നിയോജക മണ്ഡലങ്ങളാണ്. കോൺഗ്രസും UDFും വൈക്കം നിയോജക മണ്ഡലത്തിൽ കാര്യമായ പ്രതീക്ഷകളൊന്നും അർപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും അതിശക്തമായ മത്സരങ്ങളായിരിക്കും 2026 നടക്കുക എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത്. ഈ മണ്ഡലങ്ങൾ കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും പരസ്പരം വെച്ചുമാറാനുള്ള സാധ്യതയും കൂടുതലാണ്. കോൺഗ്രസ് ഏറ്റുമാനൂർ ഏറ്റെടുക്കുകയാണെങ്കിൽ നിലവിലെ DCC അധ്യക്ഷൻ കൂടിയായ നാട്ടകം സുരേഷ് തന്നെ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. CPMൻ്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന തിരുവാർപ്പ് പഞ്ചായത്തിൽ നാട്ടകം സുരേഷിനുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. കൂടാതെ ഈഴവ സമുദായത്തിനുള്ളിൽ അദ്ദേഹത്തിനുള്ള ബന്ധങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാവും എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിഗമനം. പക്ഷേ പ്രബലനായ VM വാസവനെ ഏറ്റുമാനൂരിൽ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നും UDFന് കൃത്യമായി അറിയാം. ജോസഫ് ഗ്രൂപ്പിന് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ മുൻ MP-യും കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും PT ചാക്കോയുടെ മകനും കൂടിയായ PC തോമസിനെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നിയോജക മണ്ഡലത്തിലുടനീളം അദ്ദേഹത്തിനുള്ള സ്വാധീനവും വ്യക്തിബന്ധങ്ങളും കുടുംബപരമായ ബന്ധങ്ങളും UDFന് തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാവും എന്നാണ് വിലയിരുത്തൽ. കോട്ടയം ജില്ലയിലെ നിലവിലെ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളെങ്കിലും നേടിയെടുക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ UDFനുണ്ട്. കോട്ടയം ജില്ലയിലെ നിലവിലെ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളെങ്കിലും നേടിയെടുക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ UDFനുണ്ട്. ബുദ്ധിപരമായി കഠിന പരിശ്രമം ചെയ്താൽ 8 മണ്ഡലങ്ങളോളം പിടിക്കാനുള്ള സാഹചര്യവും കോട്ടയത്ത് ഇപ്പോൾ സംജാതമാണ്. ഇത്തരത്തിലൊരു മികവുറ്റ വിജയം കൈവരിച്ച് 2026 കോൺഗ്രസ് കേരളത്തിൽ അധികാരം പിടിച്ചെടുത്താൽ മിനിമം 3 മന്ത്രിമാരെങ്കിലും കോട്ടയത്ത് നിന്ന് നിസ്സംശയം പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലൊന്ന് വിത്തൗട്ട് എനി ഒബ്ജക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. PJ ജോസഫിൻ്റെ അഭാവമുള്ളതുകൊണ്ട് തന്നെ മോൻസ് ജോസഫിനും കരുത്തുറ്റ ഘടകകക്ഷി എന്ന നിലയിൽ പാലായിൽ നിന്ന് മാണി C കാപ്പനും മന്ത്രിയാകാൻ സർവ്വസാധ്യതയും യോഗ്യതയുമുണ്ട്. പാർട്ടിയിലെ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു പരീക്ഷണാർത്ഥം എന്നോണം ചാണ്ടിയുമ്മനും മന്ത്രിസഭയിലെത്താൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. യാഥാർത്ഥ്യബോധ്യത്തോടെ ചിന്തിക്കുമ്പോൾ അതൊരു വ്യക്തമായ രാഷ്ട്രീയ വിലയിരുത്തലായി പറയാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഒരു ഊഹം എന്ന നിലയ്ക്ക് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ കോട്ടയം ജില്ലയ്ക്ക് ലഭിക്കാൻ പോകുന്ന മന്ത്രിമാരും മറ്റു സുവർണാവസരങ്ങളും ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തി പ്രചരണ വിഷയമാക്കിയാൽ പരമാവധി 8 സീറ്റും ഏറ്റവും ചുരുങ്ങിയത് 6 സീറ്റെങ്കിലും നേടാൻ പറ്റിയ നിലയിലാണ് കാര്യങ്ങൾ. UDF കണക്ക് കൂട്ടുന്നതും ഇതൊക്കെ തന്നെയാവണം. ഓക്കെ, ഇനി സ്ഥിതിഗതികൾ ഇങ്ങനെയൊന്നുമല്ലെങ്കിൽ എന്തായിരിക്കും കോട്ടയത്ത് UDFൻ്റെ മാസ്റ്റർ പ്ലാൻ? പുതുതായി എന്തെങ്കിലും ഒരു പരീക്ഷണം നടത്താൻ UDF മുതിരുമോ? ഇത് കേൾക്കുന്ന പ്രേക്ഷകരെന്ന നിലയിലും കോട്ടയത്തെ വോട്ടർമാരുണ്ടെങ്കിൽ വോട്ടർമാർ എന്ന നിലയിലും നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. സോ ഈ ഒരു രാഷ്ട്രീയ വിലയിരുത്തലോടെ ഇന്നത്തെ ഡെയിലി ഷോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.